Next topic ആണ് company secretary. A company secretary is a senior position in a private sector company or public sector organization. In large American and Canadian publicly listed corporation, a company secretary is typically named a corporate secretary or secretary. ഒരു കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത് ഒരു കമ്പനിയിൽ പബ്ലിക് കമ്പനി ആവട്ടെ അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനി ആവട്ടെ അതിൻ്റെ സീനിയർ പൊസിഷനാണ് കമ്പനി സെക്രട്ടറി ആണ് പറയുന്നത്. അത് അമേരിക്കൻ അല്ലെങ്കിൽ കനേഡ പബ്ലിക്ലി ലിസ്റ്റഡ് കോർപ്പറേഷൻസ് ഉണ്ടായിരിക്കും. അവിടെയൊക്കെ കമ്പനി സെക്രട്ടറിനെ പറയുന്നത് കോർപ്പറേറ്റ് സെക്രട്ടറി അല്ലെങ്കിൽ സെക്രട്ടറി എന്നാണ് പറയുന്നത്. എ കമ്പനി സെക്രട്ടറി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി എഫിഷ്യൻറ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് എ കമ്പനി, particularly with regard to ensuring compliance with the statutory and regulatory requirements and for ensuring that decisions of the board of directors are implemented. അതായത് ഈ ഒരു പെർട്ടിക്കുലർലി ഈ ഒരു കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത് കമ്പനിയിലെ അഡ്മിനിസ്ട്രേഷൻസിൻ്റെയൊക്കെ എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് കൊണ്ടുപോകുന്ന ഒരാളാണെന്ത് എഫക്റ്റീവായിട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത്. ഇവരാണ് ഡിസിഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഈ ഒരു കമ്പനി സെക്രട്ടറീൻ്റെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്? കമ്പനി സെക്രട്ടറി ക്വാളിഫിക്കേഷൻ. ഫസ്റ്റ് qualification, in the case of a company having paid up share capital of 50 lakh rupees or more, the company secretary must be a member of the Institute of Company Secretaries of India, incorporated under the Companies Act 1956. അതായത് ഈ ഒരു ക്ലോസ് പ്രകാരം ഈ ഒരു കമ്പനിയിൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 50 ലാക്ക് റുപ്പീസിൽ കൂടുതലാവുകയാണെങ്കിൽ അല്ലെങ്കിൽ 50 ലാക്ക് റുപ്പീസ് അതിൽ കൂടുതലാവുകയാണെങ്കിൽ കമ്പനി സെക്രട്ടറീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്ത്യയിൽ പറയുന്നുണ്ട് കമ്പനി ആക്ട് 1956 പ്രകാരം ജോയിൻ ചെയ്തിട്ടുള്ള കമ്പനീസ് ആണെങ്കിൽ അവരുടെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് പറയുക, ഡിഗ്രി ഇൻ ലോ ഗ്രാൻറ്റഡ് ബൈ എനി യൂണിവേഴ്സിറ്റി. ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി ലോ പാസ്സായിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ മെമ്പർഷിപ്പ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ. കമ്പനി ഇന്ത്യയിലെ ചാർട്ടേഡ് അക്കൗണ്ട്സിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മെമ്പർഷിപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വേർഡ്സ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ. കോസ്റ്റ് ആൻഡ് വേർഡ്സ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ് ഗ്രാൻറ്റഡ് ബൈ എനി യൂണിവേഴ്സിറ്റി ഓർ ദി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്. അതായത് PG ഉണ്ടായിരിക്കണം. ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റിൽ PG ഉണ്ടായിരിക്കുക. അത് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരിക്കാം PG, അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് എന്നായിരിക്കാം. നെക്സ്റ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഈസ് കൊമേഴ്സ് ഗ്രാൻറ്റഡ് ബൈ എനി യൂണിവേഴ്സിറ്റി. അതായത് ഒരു PG ഡിഗ്രി ഉണ്ടായിരിക്കണം, കൊമേഴ്സിൽ PG ഡിഗ്രി ഉണ്ടായിരിക്കണം ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ. ഡിപ്ലോമ ഇൻ കമ്പനി ലോ ഗ്രാൻറ്റഡ് ബൈ എനി ഇന്ത്യൻ ലോ ഇൻസ്റ്റിറ്റ്യൂട്ട്. അല്ലെങ്കിൽ എന്തായിരിക്കാം, ഒരു ഡിപ്ലോമ ഉണ്ടായിരിക്കും കമ്പനി ലോ ഗ്രാൻഡ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഇന്ത്യൻ ലോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയാണ് ഇവരുടെ ഈ ഒരു കമ്പനി സെക്രട്ടറീൻ്റെ മെയിനായിട്ട് വരുന്ന ഈ ഒരു സെക്ഷനിൽ വരുന്ന ക്വാളിഫിക്കേഷൻ. പിന്നെ വരുന്ന അതർ ക്വാളിഫിക്കേഷൻസ് പറയുന്നതാണ്, in addition to statutory qualification, the company secretary should have some other qualification and personal qualities. He should have a good academic background and good language. ഈ ഒരു കമ്പനി സെക്രട്ടറിക്ക് ഗുഡ് അക്കാദമിക് ബാക്ക്ഗ്രൗണ്ടും അതുപോലെ ഗുഡ് നോളേജും ഉണ്ടായിരിക്കണം. അതുപോലെ അയാൾക്ക് ലാംഗ്വേജ് ഉണ്ടായിരിക്കണം. അയാൾ പുതിയ വർക്കും കാര്യങ്ങളൊക്കെ പുതിയ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ഉള്ള ആളായിരിക്കണം. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ലീഗൽ പൊസിഷൻ ഓഫ് എ കമ്പനി സെക്രട്ടറി. ഈ ഒരു കമ്പനി സെക്രട്ടറി ലീഗൽ പൊസിഷൻ എങ്ങനെയൊക്കെയാണ്? അതായത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കമ്പനി സെക്രട്ടറി സെർവൻറ്റ് ഓഫ് ദി കമ്പനി. എ സെക്രട്ടറി ഈസ് ഡയറക്റ്റഡ് ടു ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദി ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ബൈ ദി ഡയറക്ടേഴ്സ് ഓഫ് ദി കമ്പനി. ഹി ഈസ് എ സെർവൻറ്റ് ഓഫ് ദി കമ്പനി. കമ്പനിയിലെ ഡയറക്ടർ എന്ന് പറയുന്നത് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത് കമ്പനി ഡയറക്റ്റ് ചെയ്യാണ്. ഈ സെക്രട്ടറീസ് ഡയറക്റ്റഡ് ടു ആക്ട്. ഓരോ പ്രവൃത്തികളെ ഡയറക്റ്റ് ചെയ്യുന്നത് ആരായിരിക്കും? ഈ ഒരു കമ്പനിയാണ്, ഈ ഒരു സെക്രട്ടറിയാണ്. ഈ ഒരു ഡയറക്ടേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷൻ മൂലം ഡയറക്ടേഴ്സാണ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നത് മൂലം പ്രവർത്തിക്കുന്നത് ഈ കമ്പനി സെക്രട്ടറിയാണ്. അതുകൊണ്ടാണ് കമ്പനിയിലെ സെർവൻ്റ് ആണെന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏജൻറ്റ് ഓഫ് ദി കമ്പനി. കമ്പനിയിലെ ഏജൻറ്റ് എന്തുകൊണ്ട് പറയുന്നത്? Being the chief administrative officer of the company, the secretary has a power to enter into contracts on behalf of the company. അതായത് കമ്പനിയുടെ ഓഫീസ് അഡ്മിനിസ്ട്രേഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ
ആ ഓഫീസറിൻ്റെ അധികാരത്തോടു കൂടി തന്നെ ഒരു കമ്പനിക്ക് കോൺട്രാക്റ്റിലേക്ക് എൻറ്റർ ചെയ്യാം, കമ്പനിയുടെ പേരിൽ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനുള്ള റൈറ്റ് കമ്പനി സെക്രട്ടറിക്ക് ഉണ്ട്. അതുകൊണ്ടാണ് കമ്പനിയുടെ ഏജൻ്റ് ആണെന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓഫീസർ ഓഫ് ദി കമ്പനി, കമ്പനിയുടെ ഓഫീസർ ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആസ് ദി ചീഫ് ഓഫീസർ ഓഫ് ദി കമ്പനി ഓൾ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മിനിസ്റ്റീരിയൽ വർക്ക് അറ്റ് a registered office of the company took place under the guidance and supervision of the secretary. കമ്പനിയിലെ കാര്യങ്ങളൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഈ ഒരു കമ്പനി സെക്രട്ടറിയുടെ ഗൈഡൻസ് വഴിയായിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു കമ്പനീനെ ഓഫീസർ ഓഫ് ദി കമ്പനി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ഡ്യൂട്ടീസ് ഓഫ് എ കമ്പനി സെക്രട്ടറി. ഒരുപാട് ഡ്യൂട്ടീസ് കമ്പനി സെക്രട്ടറിക്ക് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് പ്രൊമോഷൻ, ഫോർമേഷൻ ആൻഡ് ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനീസ് ആൻഡ് ദെയർ മാറ്റേഴ്സ് റിലേറ്റഡ് ടു വിത്ത്. കമ്പനിയുടെ പ്രൊമോഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രൊമോഷനാണ്. അപ്പോൾ കമ്പനിയുടെ പ്രൊമോഷൻ, അതുപോലെ കമ്പനിയുടെ ഫോർമേഷൻ, കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ്റെ ഒക്കെ സമയത്തുള്ള മാറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതും ഡീൽ ചെയ്യുന്നതും ഈ ഒരു കമ്പനി സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. രണ്ടാമത് പറയുന്നത് ഫയലിംഗ്, രജിസ്റ്ററിങ് എനി ഡോക്യുമെൻറ്റ് ഇൻക്ലൂഡിങ് ഫോംസ് ആൻഡ് റിട്ടേൺസ്. അതായത് ഫോംസും റിട്ടേൺസും അപ്ലിക്കേഷൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും ഫയൽ ചെയ്യുന്നതും രജിസ്റ്റർ ചെയ്യുന്നതും ഈ ഒരു കമ്പനി സെക്രട്ടറിയാണ്. നെക്സ്റ്റ് പറയുന്നത് മെയിൻ്റനൻസ് ഓഫ് സെക്രട്ടേറിയൽ റെക്കോർഡ്, സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് ആൻഡ് രജിസ്റ്റേഴ്സ്. കമ്പനിയിലെ രജിസ്റ്റേഴ്സും അതുപോലെ അവരുടെ സ്റ്റാറ്റ്യൂട്ടറി ബുക്സ്, സെക്രട്ടേറിയൽ റെക്കോർഡ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ ഒരു കമ്പനി സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അറേഞ്ചിങ് ബോർഡ് മീറ്റിംഗ് ആൻഡ് ജനറൽ മീറ്റിംഗ്സ് ആൻഡ് പ്രിപ്പയറിംഗ് മിനിറ്റ്സ് ദെയർ ഓഫ്. കമ്പനിയുടെ മീറ്റിംഗ്സ്, ജനറൽ മീറ്റിംഗ് ആണെങ്കിലോ അല്ലെങ്കിൽ ബോർഡ് മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നത് ഒരു കമ്പനി സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ ഓൾ വർക്ക് റിലേറ്റിംഗ് ടു ഷെയർ ദെയർ ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്മിഷൻ. ഷെയറിൻ്റെ ട്രാൻസ്ഫർ ഉണ്ടായിരിക്കും, അതുപോലെ ട്രാൻസ്മിഷനൊക്കെ ഉണ്ടായിരിക്കും. അതിൻ്റെ എല്ലാ വർക്കും ഡീൽ ചെയ്യുന്നത് കമ്പനി സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ ഓഫീസേഴ്സ് ഓഫ് ദി കമ്പനി അഡ്വൈസിങ് ദി കമ്പനി ഓൺ മാറ്റേഴ്സ് റിലേറ്റഡ് ടു ലീഗൽ ആസ്പെക്ട്സ് സച്ച് ആസ് റിപ്പോസിറ്ററി ആക്ട്, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട്. അതായത് കമ്പനിയുടെ ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനെ അഫക്റ്റ് ചെയ്യുന്ന മാറ്റേഴ്സൊക്കെ അഡ്വൈസും കാര്യങ്ങളും കൊടുക്കുന്നതൊക്കെ ഈ ഒരു കമ്പനി സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ ഡീൽ വിത്ത് ആർബിട്രേറിയൻ ആൻഡ് കൺസിലേഷൻ സർവീസസ്, അതുപോലെ ആർബിട്രേറിയൻ സർവീസസ് ഒക്കെ, കമ്പനിയുടെ ഊഹക്കച്ചവടം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് അതൊക്കെ ഡീൽ ചെയ്യുന്നത് ഈ ഒരു കമ്പനി സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ ഡീൽസ് വിത്ത് ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് സർവീസസ്, ടാക്സേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് സർവീസസ്. കമ്പനിയുടെ ഫിനാൻസും അക്കൗണ്ടിങ് സർവീസസ് ഒക്കെ ഡീൽ ചെയ്യുന്നത്, ടാക്സേഷനൊക്കെ ഡീൽ ചെയ്യുന്നത് ഈ ഒരു കമ്പനി സെക്രട്ടറിയാണ്. ഇത്രയാണ് മെയിനായിട്ട് വരുന്ന ഡ്യൂട്ടീസ്. നെക്സ്റ്റ് പറയുന്നതാണ് കമ്പനി സെക്രട്ടറിയുടെ റൈറ്റ്സ് എന്തൊക്കെയാണ്. ഫസ്റ്റ് റൈറ്റ്, ഹി ഹാസ് എ റൈറ്റ് ടു കൺട്രോൾ, സൂപ്പർവൈസ് ആൻഡ് ഡയറക്റ്റ് ദി സബോർഡിനേറ്റ്സ് പേഴ്സണൽസ് ഓഫ് ദി കമ്പനി. കമ്പനിയിലെ പേഴ്സണൽസ് ഉണ്ടായിരിക്കും, അതായത് എംപ്ലോയീസ്, അവരെ ബോർഡ് മീറ്റിങ്ങിൽ അവർ കൺട്രോൾ ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യലൊക്കെ ഈ ഒരു കമ്പനി സെക്രട്ടറിയുടെ റൈറ്റ് ആണ്. നെക്സ്റ്റ് പറയുന്നതാണ് ഹി ഹാസ് ദി റൈറ്റ് ടു അറ്റൻഡ് ദി ബോർഡ് മീറ്റിംഗ് ആൻഡ് അതർ ജനറൽ മീറ്റിംഗ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ബോർഡ് മീറ്റിങ്ങിന് അല്ലെങ്കിൽ അതർ ജനറൽ മീറ്റിങ്ങിലൊക്കെ അറ്റൻഡ് ചെയ്യാനുള്ള റൈറ്റ് ഈ ഒരു കമ്പനി സെക്രട്ടറിക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഹി ഹാസ് ദി റൈറ്റ് ടു സൈൻ എനി കോൺട്രാക്ട് ഓൺ ബിഹാഫ് ഓഫ് ദി കമ്പനി സബ്ജക്റ്റ് ടു ദി അപ്രൂവൽ ഓഫ് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദി കമ്പനി. കമ്പനിക്ക് പകരമായി ഏതൊരു കോൺട്രാക്റ്റിലും സൈൻ ചെയ്യാനുള്ള റൈറ്റ് ഈ ഒരു കമ്പനി സെക്രട്ടറിക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇഫ് ഹി ഫീൽസ് ദാറ്റ് ദി ഓഫീസേഴ്സ് ഓഫ് ദി കമ്പനി ആർ വർക്കിംഗ് അഗെയിൻസ്റ്റ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി കമ്പനി, ഹി ഹാസ് ദി റൈറ്റ് ടു ഇഷ്യൂ പ്രോപ്പർ ഗൈഡ് ലൈൻസ് ടു ദി കൺസേൺഡ് ഓഫീസേഴ്സ് ഓഫ് ദി കമ്പനി. ഇയാൾക്ക് ഫീൽ ചെയ്യാണ് കമ്പനിയിലെ ഇൻട്രസ്റ്റിന് എതിരായിട്ടാണ് കമ്പനിയുടെ ആൾക്കാർ, കമ്പനിയുടെ ഓഫീസേഴ്സൊക്കെ വർക്ക് ചെയ്യുന്നെങ്കിൽ അവർക്ക് ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള റൈറ്റ് ഒരു കമ്പനി സെക്രട്ടറിക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഹി ഹാസ് ദി റൈറ്റ് ടു സൈൻ ദി പ്രൊസീഡിങ്സ് ഓഫ് ദി മീറ്റിംഗ് ഓഫ് ദി ബോർഡ് ആൻഡ് ജനറൽ മീറ്റിംഗ്സ് ആൻഡ് ദി ഡോക്യുമെൻറ്റ്സ് ഓൺ ബിഹാഫ് ഓഫ് ദി കമ്പനി വേർ കോമൺ സീൽ ഈസ് നോട്ട് റിക്വയർഡ്. കോമൺ സീൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇയാൾക്ക് ഈ ഒരു കമ്പനിയുടെ മീറ്റിംഗ്സിലൊക്കെ സൈൻ ചെയ്യാനുള്ള റൈറ്റ് ഈ ഒരു കമ്പനി സെക്രട്ടറിക്കാണ്. നെക്സ്റ്റ് പറയുന്ന ഒരു ടോപ്പിക്, ലാസ്റ്റ് പറയുന്നതാണ് ലാബിലിറ്റീസ് ഓഫ് ദി സെക്രട്ടറി. അതായത് കമ്പനിയുടെ സെക്രട്ടറി ലാബിലിറ്റി എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഗുഡ് ഫെയ്ത്തിലും ഹോണസ്റ്റി ആയിട്ട് ആക്ട് ചെയ്യുക, പ്രവർത്തിക്കുക, ഒരു തെറ്റായ പ്രവൃത്തികൾ ചെയ്യാണ്ടിരിക്കുക, ക്രിമിനൽ ചാർജസും ആ കാര്യങ്ങളൊക്കെ അയാൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അയാൾക്കായിരിക്കും പേഴ്സണൽ ലാബിലിറ്റി ഉണ്ടായിരിക്കുക. അതാണ് ലാബിലിറ്റീസിൽ വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്.